ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നല്ലൊരു മഴ ദിവസം തന്നെ എൻ്റെ ഫ്രണ്ടിനായിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാണ്. ഒരുപാട് നാളത്തെ ശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അവൾ ഹഗ് ചെയ്യാനായിട്ട് ഓടി വരുന്ന വരവാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഭയങ്കരമായിട്ട് ഇമോഷണലി ഹഗ്ഗിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ്. അങ്ങനെ ബസ് കയറി പോണത് നമ്മുടെ ഷോബയിലേക്കാണ്. ഷോബയിൽ എത്തി ബസ്സിൽ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് തിരക്കുള്ള ബസ്സായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പഴയ മെമ്മറീസൊക്കെ പുതുക്കാനായിട്ട് ഇങ്ങനെ നടന്ന് ഓരോ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഷോപ്പയിലേക്ക് കയറി. ഷോപ്പയിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളെപ്പോഴും കോളേജ് ടൈമിലൊക്കെ എപ്പോഴും പോയതൊരു സ്ഥലമാണ്. അപ്പോൾ കയറി വയ്ക്കുന്ന കാണുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഷോപ്പയുടെ ഹാൾ സെൻട്രൽ പോർഷനിൽ കുറേ സംഭവങ്ങളൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോയത് ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനാണ്. അപ്പം വെറുതെ ഞങ്ങൾ ട്രെൻഡ്സിലൊന്ന് കയറി വെറുതെ പട്ടുഷോയൊക്കെ കാണിച്ചിട്ട് വലിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വെറുതെ അത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അപ്പം പോയപ്പം എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഒക്കെ പഴയ പോലെ തന്നെ ട്രെൻഡ്സിൽ വലിയ കഥയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരേ പാറ്റേൺ, ഒരേ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ട്രെൻഡ്സിൽ വലിയ കളക്ഷനൊന്നും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡിയോ പോകണം. സ്റ്റുഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ അവൾ ഏതൊക്കെ ക്രോപ്പ് ടോപ്പ് മാച്ചാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാനൊന്നും നോക്കാനൊന്നും നിന്നില്ല, കാരണം എനിക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് അവൾക്കാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. പിന്നെ ഈ ഒരു യെല്ലോ ടോപ്പ് കുഴപ്പമില്ല, എനിക്ക് തോന്നി നല്ലൊരു കളറാണ് യെല്ലോ. അപ്പം ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ നേരെ ഈ ഒരു ആക്സസറീസ് കാണാനൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഞാൻ സെക്കൻഡ് അടിക്കാത്ത കാരണം എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ആകെ പ്ലാനിലാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബാക്കി വിശേഷം കാണാം. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് സ്മെല്ലടിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാ കൺട്രോളും പോയി. ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അതായത് ഈ ഒരു 2 റൈസ് കോംബോ വിത്ത് ചില്ലി ചിക്കൻ, അങ്ങനത്തെ ഒരു കോമ്പിനേഷനുള്ളൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ഞാൻ മുന്നേ ഇത് കഴിച്ചിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ കൺട്രോൾ പോയി. ഭയങ്കര ടേസ്റ്റാണ്. ആ 2 റൈസും 2 ഫ്ലേവേഴ്സാണ്. ആ ഫ്ലേവേഴ്സൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. വെറും നമുക്ക് 399 റുപ്പീസാണ് അതിന് വന്നിട്ടുള്ളൂ. പിന്നെ GST ഇടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ സെറ്റാക്കി വന്ന നേരത്തെ നമ്മുടെ സീറ്റ് തൊട്ടപ്പോൾ തന്നെ ഒരു കൊച്ചുകൂട്ടി ഇരുന്നിട്ട് ഞങ്ങളായിട്ട് ഭയങ്കരമായിട്ട് രസത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവന് ഓക്കെയാണ്, അവൻ അതിനെല്ലാം ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങളിത് ഫുഡും വെയിറ്റ് ചെയ്തിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. കൊടൽ കയറിയണ അവസ്ഥയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ. അങ്ങനെ നേരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുക ചെയ്തേ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഇതേ ആ ഓടിപ്പോണത് വേറെ അറിയില്ലാട്ടോ, ഞാനാണ് കേട്ടോ. ഞാനിതേ ഫുഡ് വാങ്ങാനായിട്ട് വേഗം പോവാണ്. പക്ഷേ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത്, അതായത് ഇവർ ഈ റെസ്റ്റോറൻറ്റ് ഭാഗത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങുന്നത്. ഞങ്ങളെല്ലാം നോക്കിയതിൻ്റെ ശേഷം അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ആ ഫുഡ്, ഞാൻ ഈ ഫുഡ് ഓർഡർ ചെയ്ത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പകുതി മുക്കാലും ഈ ഒരു ഫുഡാണ് അവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്ര ടേസ്റ്റാണ് ഈ ഫുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോപ്പിൽ വന്നാൽ ഈ ഫുഡൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് മുന്നിൽ കിട്ടിയാൽ പിന്നെ വേറെ ഒരു ലോകമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ കോലാണ് ഈ കാണുന്നത് ഗൈസ്. പിന്നെയും വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് പറ്റിയില്ല പിന്നെയും വാങ്ങാനായിട്ട് ഫുഡ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പിന്നെയും ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കാരണം നമ്മൾ എല്ലാ കടയിലും നമ്മൾ കയറിയായിരുന്നു. കാരണം ഓരോ കടയിൽ കയറുമ്പോൾ പല വെറൈറ്റി മോഡൽസ് ഡിസൈൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അതുകൊണ്ട് നമ്മൾ ഓരോരോ കടയിലും കയറി അങ്ങനെ നേരെ നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നേക്കണം ഞങ്ങൾ. ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽ പിടിച്ച ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ ഇടാൻ. അപ്പോൾ ഞാൻ അത് വാങ്ങണോ വേണ്ടേന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ഒരുപാട് ഭാഗത്തേക്ക് ഈ ഒരു ലൈനർ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിൽ എഴുതിയേക്കുന്ന സംഭവങ്ങളൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല സ്റ്റുഡിയോൻ്റെ ലൈനറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പോണ തീവണ്ടി എനിക്കിങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ നേരെ വന്നത് ഇത് ഏതായിരുന്നു ലൈഫ് സ്റ്റൈലാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ആ റേറ്റിലുള്ള ഡ്രസ്സൊന്നും ഇല്ല അത് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു സാധനമൊക്കെ ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് മീഷോന്ന്
നമുക്ക് ഇതേപോലത്തെ സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാണാൻ വലിയ ഗുമ്മൊന്നുമില്ല, എന്നാലും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല അതിലൊരു ഗ്ലിറ്റർ മോഡൽ വന്നിട്ടുണ്ട് അതിൽ. പിന്നെ ഇത് അവളിങ്ങനെ എന്തൊക്കെയോ തെണ്ടി നടന്ന് കുറേ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായി, അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, വേറെ ഒന്നുമല്ല, അവരെന്നോട് പറഞ്ഞു ഇവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഈ ഒരു ട്രെയിനിൽ കയറിയപ്പോൾ അമ്മയും മോനും കൂട്ടി ഇരുന്ന് പോണതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ടൊക്കെ വരും കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇത് കുറേ ജ്വല്ലേഴ്സൊക്കെ താഴത്ത് കുറേ ഇങ്ങനെ പേര് വന്ന് വിൽക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയത്തില്ല. ഫ്ലോറിലൊക്കെ കുറേ പേര് ഇങ്ങനെ വന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഞാൻ. അപ്പം അവരുടെ അടുത്ത് നിന്ന് തന്നെ ഒരു ടോപ്പ് നോക്കി. സംഭവം കൊള്ളാം, പക്ഷേ അതിന് പറ്റിയ റേറ്റ് അല്ല ഇട്ടേക്കുന്നത്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സെക്ഷനിലേക്ക് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടൊക്കെ ഡ്രസ്സ്, എനിക്ക് അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ചെറിയ വാവയാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ് അവളെ കാണാനായിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. അപ്പം ഞങ്ങളൊരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. കൊള്ളാമോ ഗൈസ്? കൊള്ളെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് വന്നതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ ബാക്കിൽ നമ്മുടെ ലേക്കിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ വെയിലിൽ തന്നെ ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ട് പിള്ളേരൊക്കെ അതിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട്. പക്ഷെ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ് ആ ടൈമിൽ അവിടെയൊക്കെ. ഞങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ആക്കൂടി ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കലാണ്, റീൽസ് എടുക്കുക കേട്ടോ. അപ്പോൾ അവൾ പാട്ടിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വെയിലെത്തിരുന്നിട്ട്. ഭയങ്കര ചുട്ടുകൊള്ളുന്ന വെയിലാട്ടോ. സമയം ഏകദേശം ഒരു 3 മണി 3:15 ആയിട്ടുണ്ടാവും. പക്ഷെ ഭയങ്കര വെയിലാണ്. ഒരു നേരത്ത് ഒന്നിനും ഇറങ്ങാതിരിക്കുക ഭേദം കേട്ടോ. അപ്പോൾ ഗൈസ് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോകാൻ എനിക്ക് കണ്ണ് തീരെ കാണുന്നില്ല. ഞാൻ ബാക്കിൽ വന്നിക്കാണ്. അങ്ങനെ നേരെ ആ ചൂട്ടത്തു നിന്ന് വന്നിട്ട് നേരെ ഒരു ഐസ്ക്രീം കണ്ട് കഴിച്ചു. ഞാനൊരു ചിക്കു ഫ്ലേവറും മുകളിലൊരു മാംഗോ ഫ്ലേവറാണ് ഓർഡർ ചെയ്ത്. പിന്നെ ഇവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് ഭയങ്കര ആശ്വാസം കിട്ടിയത്. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ബൈ.